പ്രിയമുള്ളവരെ, കേരള ഫോക്കസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയും മൗലിക അവകാശങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചെറു വർത്തമാനം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് അവസരം നൽകിയ കേരള ഫോക്കസ് ലൈബ്രറിയുടെ ഭാരവാഹികൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് വർത്തമാനം പറയുന്നതിന് മുമ്പ്, മൗലിക അവകാശങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുന്നതിന് മുമ്പ്, എന്താണ് നിയമം എന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ നിയമം രൂപം കൊണ്ടത് എന്നും പ്രാഥമികമായും നമ്മൾ ഒന്ന് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എത്ര നിയമങ്ങളുണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. ആയിരക്കണക്കിന് നിയമങ്ങളുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ഈ ഒരു ഉത്തരം തന്നെയായിരിക്കും മഹാഭൂരിപക്ഷം ആളുകൾ ജനങ്ങളുമായി സംവേദിക്കുമ്പോൾ പറയാൻ സാധ്യത. നിയമം എങ്ങനെ രൂപപ്പെട്ടു എന്നും ഇല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ നിയമത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നും ചിന്തിക്കുന്നത് കൗതുകമുള്ള സംഗതിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപിടി നിയമങ്ങളുണ്ട്. നമ്മൾ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, നമ്മളത് അനുസരിക്കുന്നവരാണ്. എവിടെയെങ്കിലും നമ്മുടെ ജീവിതക്രമത്തിൽ നിയമത്തിന് വിരുദ്ധമായോ നിയമം പാലിക്കാൻ അബദ്ധത്തിലോ അല്ലാതെയോ മറന്നു പോവുകയോ ചെയ്താൽ അതിന് അനുബന്ധമായ ശിക്ഷാവിധികളും മറ്റും നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, നിയമപരമായ ബാധ്യതകളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നു. ഇതിന് ഒരു വലിയ പിന്തുണയുമായി, നമുക്കൊരു വലിയ രക്ഷാകവചമായി ഭരണഘടന നിലനിൽക്കുന്നു. ഇതെല്ലാം സത്യമാണെങ്കിലും ഈ നിയമത്തിൻ്റെ സമൂഹത്തിലേക്ക് നമ്മൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത് എന്ന് ആലോചിക്കുന്നത് കൗതുകമുള്ള സംഗതിയായി ഞാൻ മനസ്സിലാക്കുകയാണ്. കുറേ കാലം മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇന്ത്യ രാജ്യം രൂപപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഭാരതവർഷം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ അവിടെ എത്തുന്നതിന് മുമ്പ്, പരിണാമത്തിൻ്റെ ആദ്യ ദശകങ്ങളിൽ കുറേ പണ്ട് ഒരു വലിയ കാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് കരുതുക. തികച്ചും സാങ്കല്പികമായ ഒരു ചോദ്യം. ഒരു കാട്ടിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കാണ് എന്ന് കരുതാമെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും ഒരു നിയന്ത്രണം, ഏതെങ്കിലും ഒരു നിയമം നമ്മളെ ഭരിക്കാൻ ആവശ്യമാണോ? വളരെ ന്യായമായ ഒരു ചോദ്യം. ഒരു കാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് എങ്കിൽ സ്വാഭാവികമായും എനിക്ക് എന്നെ നിയന്ത്രിക്കുന്ന ഒരു ചട്ടവും നിയമവും ആവശ്യമില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രവൃത്തി വഴി മറ്റൊരാൾക്കും തന്നെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. എന്തുകൊണ്ട്? ഞാൻ ആ കാട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് കൈവീശി നടക്കാം, ആവശ്യമെങ്കിൽ ഉച്ചത്തിൽ പാട്ടുപാടാം. വസ്ത്രം എന്ന് പറയുന്നത് ഒരു അനിവാര്യ ഘടകമായി മാറുന്നില്ല. സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ സീമകൾക്കും അപ്പുറം പ്രവർത്തിക്കുന്നതിന് എനിക്ക് കാട് അവകാശം നൽകുന്നു, ഇല്ലെങ്കിൽ അധികാരം നൽകുന്നു എന്ന് കരുതുക. ഞാൻ ആ കാട്ടിലൂടെ കൈയും വീശി വളരെ വേഗത്തിൽ നന്നായി കൈവീശി നടന്നു പോകുന്നു എന്ന് കരുതുക. ആദ്യമായി എനിക്കെതിരെ എന്നെപ്പോലെയുള്ള ഒരു ജീവി കയ്യും വീശി തിരികെ നടന്നു വരുന്ന ഒരു കാഴ്ച ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അക്കാലം വരെ ആ കാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കൈവീശി നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ കൈവീശി നടക്കും, പാട്ടുപാടാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ പാട്ടുപാടും. ഒന്ന് കൂകണം എന്നാലോചിച്ചാൽ ആർക്കും ശല്യമുണ്ടാകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ കൂകും. എന്നാൽ അത്തരത്തിൽ ഞാൻ കൈവീശി നടന്നു വരുമ്പോൾ മറ്റൊരാൾ എതിർദിശയിൽ എനിക്ക് നേരെ ഞാൻ കൈവീശുന്നത് പോലെ തന്നെ കൈവീശിക്കൊണ്ട് തിരികെ വരുന്നു എന്ന് കരുതുക. ഞങ്ങൾ രണ്ടുപേരും നേർക്കുനേർ നടന്നു വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ എത്തുമ്പോൾ അതുവരെ വീശിക്കൊണ്ടിരുന്ന എൻ്റെ കൈ ഒരല്പം ഞാൻ താക്കും. എന്തിന്? വീശാനുള്ള അവകാശം എനിക്കുണ്ടെങ്കിൽ ആ
കയ്യിലെ തട്ട് വാങ്ങാതിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മൂക്കിനും ഉണ്ട് എന്ന് പറയുന്ന കേവലമായ അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക ബോധം. ഒരുപക്ഷെ ഇത് എനിക്കെതിരെ വന്ന ഒരു വ്യക്തിക്കും ബാധകമാണ്. കൈവീശി നടക്കാനുള്ള എൻ്റെ അവകാശം സംരക്ഷിക്കപ്പെടുമ്പോൾ ആ കൈവീശൽ വഴി മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്ന ധാർമ്മികമായ ഒരു ബാധ്യത കൂടി എനിക്കുണ്ട്. അപ്പോൾ ഒരവകാശവും ഒരു ബാധ്യതയും ഒരുപോലെ സംരക്ഷിക്കണമെങ്കിൽ ചില പരുവപ്പെടലുകൾ ആവശ്യമാണ്, ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ആ നിയന്ത്രണങ്ങളും പരുവപ്പെടലുമാണ് നിയമത്തിൻ്റെ ആദ്യ സംഗതികളായി, ആദ്യ മുകുളങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. വളരെ സിമ്പിളാണ് നിയമത്തിൻ്റെ ആവിർഭാവം, വളരെ ലളിതമാണ് എന്ന് പറയാമെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അത്ര ലളിതമല്ല. എന്തുകൊണ്ട് ലളിതമല്ല എന്ന് ചോദിച്ചാൽ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാട്ടിൽ വെച്ച് പരിചയപ്പെട്ട രണ്ട് ചങ്ങാതിമാർ പരസ്പരം പരിചയപ്പെടുന്നു. ഇപ്പോഴാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ പരസ്പരം ആദ്യം തിരക്കുന്നത് തൻ്റെ നാട്ടിൽ കൊറോണ എങ്ങനെയുണ്ട് എന്നായിരിക്കാം, അല്ലെങ്കിൽ ചൂടുകാലം അടുക്കുന്നു, കിണറ്റിൽ വെള്ളമുണ്ടോ എന്നായിരിക്കാം. അതിനൊക്കെ ഉപരിയായി ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെക്കുറിച്ചായിരിക്കാം, രാഷ്ട്രീയത്തെക്കുറിച്ചായിരിക്കാം. എന്നാൽ അക്കാലത്ത് നമ്മൾ വളരെ സാങ്കല്പികമായി പറഞ്ഞു വന്ന കഥയുടെ കാലഘട്ടത്തിൽ ആകെ ചോദിക്കാനുണ്ടാകുക, നിങ്ങൾ ഏത് ദിക്കിൽ നിന്ന് വരുന്നു, അവിടെ വന്യമൃഗങ്ങളുണ്ടോ, കഴിക്കാൻ ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ടോ, അവിടെ തീയുടെ സൗകര്യമുണ്ടോ അടക്കമുള്ള പ്രാഥമികമായ ജീവൻ നിലനിർത്താനുള്ള ചില സംഭാഷണങ്ങളും സൗഹൃദങ്ങളും മാത്രമായിരിക്കാം അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടാകുക. ഈ രണ്ടുപേരും ഒന്നിച്ച് പരസ്പരം സന്തോഷത്തോടു കൂടി ഒന്നിച്ച് നടക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരാൾ പറയുന്ന ഒരു കൗതുകമായ ഒരു കഥ മനസ്സിൽ വന്ന് കരുതുക. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു വലിയ പുലി എനിക്കെതിരെ ആഞ്ഞു ചാടി. ഞാൻ അപ്പോഴേ പുലിയുടെ ചെവിക്കല്ല് മുളക്ക് ഒരെണ്ണം അങ്ങ് കൊടുത്തു. പുലി കരഞ്ഞുകൊണ്ട് ഓടി എന്ന് ഡംബ് ഒരുപക്ഷെ ഒരാൾ പറഞ്ഞിരിക്കാം. ഇത് സത്യമാണ് എന്ന് മറുഭാഗത്ത് കേൾക്കുന്ന ആൾ ഒരുപക്ഷെ കരുതിയിരിക്കാം. അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു പുലി ഇവർ രണ്ടുപേരുടെ മുൻപിലേക്ക് ചാടി വന്നാൽ സ്വാഭാവികമായും ഡംബ് പറഞ്ഞ ആളുടെ കായിക ബലത്തിൽ വിശ്വസിച്ച് മറ്റേയാൾ നിലത്ത് തന്നെ അവിടെ പുലിയെ എതിരിടാനായി നിൽക്കുന്നു എന്ന് കരുതുക. ഇതെല്ലാം തികച്ചും സാങ്കല്പികമായ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള കഥകൾ പറഞ്ഞു പോകുന്നു. വിഷയത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെടുത്തുകയല്ല, മറിച്ച് നിയമം തുടങ്ങിയത് അതെങ്ങനെ സങ്കീർണമായി എന്ന് മനസ്സിലാക്കാനുള്ള കൊച്ചു കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളായി മാത്രം കരുതിയാൽ മതി. അപ്പോൾ പുലിയെ പിടിക്കാനുള്ള ആരോഗ്യമുള്ള കായിക ബലമുള്ള ഒരു ചങ്ങാതി എൻ്റെ കൂടെ ഉണ്ട് എന്ന ഒരു പ്രതീക്ഷയിൽ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മുൻപിൽ പുലി എത്തി. എന്നാൽ പുലിയെ അടിച്ചോടിക്കും എന്ന് പറഞ്ഞ ചങ്ങാതി തൊട്ടടുത്തൊരു മരത്തിൻ്റെ മുകളിൽ അപ്പോഴേ കയറിപ്പറ്റി. സ്വാഭാവികമായി ഒറ്റയ്ക്കായി. പുലി എതിരെ വരുന്നു. ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം. അദ്ദേഹം നിലത്ത് കിടന്ന ഒരു വടിയെടുത്ത് പുലിയെ ആഞ്ഞടിച്ചു. ഒരുപക്ഷെ വേദനിച്ചിട്ടാകാം, ഇല്ലെങ്കിൽ പുലിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാകാം പുലി ഇദ്ദേഹത്തെ ഒഴിവാക്കി നടന്നുപോയി എന്ന് കരുതുക. ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന നേരത്തെ ഡംബ് പറഞ്ഞ ആ വ്യക്തി ഒരു കൗതുകം ബോധ്യപ്പെട്ടു. എന്താണ് ആ കൗതുകം? കാലം ഇത്രയുമായിട്ടും പുലി വരുമ്പോൾ ഞാൻ ഓടുകയല്ലാതെ പുലിയെ അടിച്ചോടിക്കത്തക്ക വിധത്തിലെ യാതൊരു ഉപകരണങ്ങളും എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ആദ്യമായി എന്നെപ്പോലുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അയാളുടെ കയ്യിൽ എന്തോ ദിവ്യ അത്ഭുതമുള്ള ഒരു വടി ഇരിക്കുന്നു. അപ്പോൾ ആ വടി കൊണ്ട് അടിച്ചാൽ സ്വാഭാവികമായും പുലി പോകും. അങ്ങനെയെങ്കിൽ ആ വടി എനിക്ക് കിട്ടണം എന്ന് ആ മനുഷ്യൻ ന്യായമായും ആഗ്രഹിച്ചിരിക്കാം. അപ്പോൾ കൂടുണ്ടായിരുന്ന മനുഷ്യൻ പുലി വന്നപ്പോൾ പറ്റിച്ചിട്ട് മരത്തിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടു എന്ന പരിഭവത്തിൽ പുലിയെ ഓടിച്ച വ്യക്തി ആ വടി കയ്യിൽ കരുതിക്കൊണ്ട് അദ്ദേഹം നടന്നു പോവുകയാണ്. അദ്ദേഹവും ആദ്യമായി ഒരു പുതിയ അനുഭവത്തിലേക്ക് വരികയാണ്. കാലം ഇത്രയും പുലി വന്നപ്പോൾ ഞാൻ ഓടിയിട്ടേ ഉള്ളൂ. ആദ്യമായി പുലിയെ അടിച്ചോടിക്കാൻ ഈ വടി കൊണ്ട്, ഈ അത്ഭുത വടി കൊണ്ട് എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ വടിക്ക് എന്തോ അത്ഭുതമുണ്ട്, അത് ഞാൻ എൻ്റെ സ്വയരക്ഷയ്ക്കായി കയ്യിൽ കരുതാം എന്ന് അദ്ദേഹം സ്വാഭാവികമായും കരുതിയിരിക്കാം. അദ്ദേഹം അത് സ്വകാര്യമായി അദ്ദേഹത്തിൻ്റെത് മാത്രമായി അദ്ദേഹം കയ്യിൽ കരുതി. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ അല്ലെങ്കിൽ മാനവ ചരിത്രത്തിലെ ആദ്യത്തെ സ്വകാര്യ സ്വത്ത് എന്ന സങ്കല്പം അങ്ങനെ ആയിരുന്നിരിക്കാം രൂപപ്പെടുക.
കാര്യം ആ ഒരു വടി അദ്ദേഹത്തിന് സ്വകാര്യ സ്വത്തായി അല്ലെ സ്വകാര്യ അവകാശമായി ഇരിക്കേണ്ടത് നല്ലത് എന്ന് അദ്ദേഹം കണ്ടു. കാര്യം വീണ്ടും പുലി വരാം, അങ്ങനെയെങ്കിൽ ഈ വടി കൊണ്ട് അടിച്ചാൽ ആ പുലി ഓടാം എന്ന് പറയുന്ന ഒരു വലിയ പ്രതീക്ഷ. അങ്ങനെ ആദ്യത്തെ സ്വകാര്യ സ്വത്ത് രൂപപ്പെട്ടു വരാം, അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് സങ്കല്പം രൂപപ്പെട്ടു വരാം എന്ന് കരുതാം. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മരത്തിന് മുകളിലിരിക്കുന്ന ചങ്ങാതി മനസ്സിൽ കരുതി എന്താണ്, ആ അത്ഭുത വടി എനിക്ക് കിട്ടിയാൽ എനിക്ക് പുലിയെ ഇല്ലെങ്കിൽ വന്യമൃഗങ്ങളെ അടിച്ചോടിക്കാം, അത് എനിക്ക് വേണം എന്ന ഒരു കൗതുകം, ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ മരത്തിൻ്റെ മുകളിൽ ഇറങ്ങി പതുക്കെ പതുക്കെ പാത്തും പതുങ്ങിയും വടിയുമായി പോയ ആളിൻ്റെ പുറകെ ഈ മനുഷ്യൻ നടക്കുക എന്ന് കരുത്. കുറേ ചെന്നപ്പോൾ ഒരു അരുവിയുടെ അടുത്ത് വെള്ളം കുടിച്ച് ക്ഷീണിതനായി ആദ്യം മുൻപേ വടിയുമായി നടന്നു പോയ ആ മനുഷ്യൻ ഉറങ്ങുന്നു എന്ന് കരുതുക. ഇദ്ദേഹം പുറകെ ചെന്ന് ആ അത്ഭുത വടിയെടുത്ത് ഒറ്റ ഓട്ടം. സത്യത്തിൽ ചരിത്രത്തിലെ ആദ്യത്തെ മോഷണം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാമല്ലോ. അന്ന് മോഷണം എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമാണ് എന്നോ അതൊരു ഒഫൻസാണ് എന്നൊന്നും പറയാൻ ഇന്ത്യൻ പീനൽ കോഡൊന്നും നിലവിലില്ല. പക്ഷേ എങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്ത് അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ അദ്ദേഹത്തിൻ്റെ കൈവശത്ത് നിന്ന് മാറ്റപ്പെടുന്നതാണ് മോഷണം എന്ന് പറയുക. അങ്ങനെയെങ്കിൽ ചരിത്രത്തിലെ ആദ്യത്തെ മോഷണം അതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ തികച്ചും ഒരു സാങ്കല്പികമായ ഈ ഒരു കഥ പറഞ്ഞു വന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിയമം എങ്ങനെ രൂപപ്പെട്ടു വരുന്നു, എന്തിനാണ് നിയമം, വാട്ട് ഈസ് ലോ. അത് മറ്റൊന്നുമല്ല, ഒരു പൊതുസമൂഹത്തിൽ മനുഷ്യരുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തിന് എന്ന് ചോദിച്ചാൽ ആ സമൂഹത്തിൻ്റെ പൊതുവായ സമാധാനത്തിനും സദാചാരത്തിനും പൊതുജനാരോഗ്യത്തിനും ഈ നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. അങ്ങനെയാണ് നിയമങ്ങൾ രൂപപ്പെട്ടു വരുന്നത് എന്ന് നമുക്ക് ന്യായമായും കരുതാം. എന്നാൽ ഇന്ന് കാണുന്ന നിയമങ്ങൾ നമ്മൾ ഈ കഥ പറഞ്ഞതുപോലെ അത്ര നിസ്സാരമാണ് എന്ന് കരുതേണ്ടതില്ല. കാര്യം എന്തുകൊണ്ട് ഇത് വളരെ ഇപ്പോഴത്തെ നിയമങ്ങൾ വളരെ ഇടിയപ്പത്തിൻ്റെ കുരുക്ക് പോലെ അഴിക്കാൻ കഴിയാത്തത് ആണ് എന്നോ ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എന്നോ വളരെ സങ്കീർണമാണ് എന്നോ നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട് സങ്കീർണമായി എന്ന് ചോദിച്ചാൽ നമ്മളുടെ സ്വഭാവം വളരെ സങ്കീർണമാണ്, നമ്മളുടെ സമൂഹം നമ്മളുടെ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെ വരുമ്പോൾ സങ്കീർണമായ സ്വഭാവത്തിന് വിചിത്രമായ സ്വഭാവ രീതികളുള്ള മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സമൂഹത്തിൻ്റെ പൊതു സ്വഭാവവും വളരെ സങ്കീർണമായിരിക്കും. അങ്ങനെയെങ്കിൽ അവർക്ക് ആവശ്യമായി രൂപപ്പെടുന്ന നിയമങ്ങളും വളരെ സങ്കീർണമായിരിക്കും. അങ്ങനെയാണ് ഈ നിയമം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ സങ്കീർണമാകുന്നത്. പിന്നെ നിയമം സങ്കീർണമാക്കുന്നതിൽ നമുക്ക് വലിയ പങ്കുണ്ട്. അത് മറ്റൊന്നുമല്ല, വളരെ ഉദാഹരണം കൊണ്ട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒരു ബാങ്കിൽ, പ്രത്യേകിച്ച് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പേരുകളൊന്നുമല്ല, ബാങ്കുകൾക്കെല്ലാം പൊതുവിൽ ഒരു സ്വഭാവമുണ്ട് എന്ന് കരുതുക. ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി നമ്മൾ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്ത് വേണം എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് ചെല്ലുന്നത് തന്നെ പരിചയമില്ലാത്ത ഒരിടം എന്ന നിലയിൽ സാധാരണക്കാർ പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു കൗണ്ടർ നോക്കി ആദ്യം നമ്മളവിടെ നിൽക്കും. അത് കഴിഞ്ഞ് ഒഴിയുമ്പോൾ ആ കൗണ്ടറിൽ ഒന്ന് ചെന്ന് എനിക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് വളരെ വിനയത്തോടു കൂടി അവരോട് പറയും. അപ്പോൾ അവരൊരു ബുക്ക്ലെറ്റ് എടുത്ത് കയ്യിലോട്ട് തരും, ഇത് പൂരിപ്പിച്ച് ഇനി തന്നാട്ടെ. സത്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ ആ ബുക്ക്ലെറ്റുമായി ഒരു 10-15 പേജുള്ള ബുക്ക്ലെറ്റ് കൈ നിൽക്കും. അതിൽ ആകെ നമുക്കറിയാൻ കഴിയുന്നത് പേര് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ പേര് പൂരിപ്പിക്കാനാണ്. അവിടെ തന്നെ തർക്കമാണ്. അത് ചെറിയ ചെറിയ കള്ളികളാണ്, അല്ലെ കളങ്ങളാണ്. അതിൽ 2 പേരുകൾ ചേർന്ന പേരുകളാണെങ്കിൽ ഇടയ്ക്ക് ഒരു കള്ളി വിടണോ വേണ്ടായോ ആകെ സംശയങ്ങളാണെന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കും, അവിടെ നിന്നങ്ങ് കുഴയും. ഏറ്റവും അവസാനം കുറേ സമയം നോക്കി ആ കൗണ്ടറുകൾക്കപ്പുറം ഇരിക്കുന്ന പൊതുവിൽ ശാന്തപ്രകൃതി ഉള്ള ഏതെങ്കിലും ഒരാൾ എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ചെന്ന് പറയും, സാറേ ഇത് പൂരിപ്പിക്കാൻ അറിയില്ല, ഒന്ന് പൂരിപ്പിച്ച് തരണം. അപ്പോൾ മഹാഭൂരിപക്ഷം ആളുകൾ ആ പഞ്ചായത്തിലുള്ള മുഴുവൻ പുച്ഛവും സ്വന്തം മുഖത്തേക്ക് ആവാഹിച്ചെടുത്ത് നമ്മളെ ഒന്ന് നോക്കിയതിന് ശേഷം ഇനിയെട് ഗൗരവത്തിൽ എടുത്ത് പേനയെടുത്ത് പേര് ചോദിക്കും, വയസ്സ് ചോദിക്കും, വീട്ടുപേര് ചോദിക്കും. അതിനുശേഷം അത് പൂരിപ്പിച്ചതിന് ശേഷം ഒരു 10-12 പേജുള്ള ആ ബുക്ക്ലെറ്റ് വരച്ചങ്ങ് കളയുക, വെട്ടിക്കളയുക. ഏറ്റവും അവസാനം പറയും ഇവിടെ ഒപ്പിടുക.
സത്യത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഇത്രയും വലിയ നടപടിക്രമങ്ങളോ ഇത്രയും വലിയ അപേക്ഷാ ബുക്ക്ലെറ്റുകളോ ഫലത്തിൽ വേണ്ട. പക്ഷേ എങ്കിലും ബാങ്ക് റൂൾസ് അനുസരിച്ചോ ഇല്ലെങ്കിൽ അവരുടെ പൊതുശീലം അനുസരിച്ചോ അവരുടെ എല്ലാ ഇടപാടുകളും ഏറെക്കുറെ ഈ ഒരൊറ്റ പുസ്തക കൂട്ടം വെച്ചിട്ടായിരിക്കാം ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം അത് അപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അവരും ഈ ഒരു പ്രക്രിയ ഇല്ലെങ്കിൽ ഈ ഒരു നിയമവ്യവസ്ഥ, അതായത് കേവലമായ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഒരു കേവലമായ ഒരു സംഗതി എത്ര കണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു ഇല്ലെങ്കിൽ ദുരൂഹമാക്കുന്നു എന്ന് നമ്മളൊരു ഉദാഹരണം കൊണ്ട് നമുക്കത് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ നിയമം വളരെ കോംപ്ലക്സ് ആണ് അല്ലെങ്കിൽ സങ്കീർണമാണ് എന്നുള്ളത് 100% ശരിയായ ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ കാട്ടിൽ വിട്ട 2 ചങ്ങാതിമാരുണ്ട്. ആ ചങ്ങാതിമാർ വീണ്ടും സൗഹൃദത്തിലായി എന്ന് കരുതുക. അവർ യാത്ര ചെയ്ത് മുമ്പോട്ട് പോയി എന്ന് പറയുക. അവരെങ്ങനെ വർഷങ്ങളോളം യാത്ര ചെയ്ത് വരുന്നു. അവർ പുതിയ കൂട്ടുകാരെ കണ്ടെത്തുന്നു, ഗോത്രങ്ങളായി ജീവിക്കുന്നു, അതിൽ പുതിയ നിയമവ്യവസ്ഥകൾ വരുന്നു, ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, അതിൽ രാജാക്കന്മാരുണ്ടാകുന്നു, രാജ്ഞിമാരുണ്ടാകുന്നു. അങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് പുതിയ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നു. ആ സംസ്കാരങ്ങളിലൂടെയൊക്കെ വന്ന് നമ്മൾ ആര്യന്മാരുടെ കാലഘട്ടത്തിൽ, ദ്രാവിഡന്മാരുടെ കാലഘട്ടത്തിൽ ദ്രാവിഡ സംസ്കാരത്തെ അധിനിവേശത്തോടുകൂടി ആര്യന്മാർ കടന്നു വന്നത്, അങ്ങനെ സങ്കര സംസ്കാരം ഉണ്ടാകുന്നത്, ഇവിടെ രാജാക്കന്മാർ ഭരിക്കുന്നത്, വിവിധ ഡൈനാസ്റ്റികൾ ചക്രവർത്തിമാർ നമ്മളുടെ ഭാഗം ഭരിച്ചു വന്നത്, അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇന്ത്യ ഒരു രാജ്യമായി ഇല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരുടെ സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ ഒരു കോളനിയായി ഇന്ത്യ മാറുന്നത്, അവിടെ വരെ എത്തുമ്പോൾ നമ്മൾ യാത്ര ചെയ്തത് നിയമം എന്ന് പറയുന്ന ഒരു സംഗതി തുടങ്ങിയിടം മുതൽ നമ്മൾ യാത്ര ചെയ്തത് നൂറ്റാണ്ടുകളാണ്. ആ നൂറ്റാണ്ടുകളുടെ യാത്രയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്ന കാഴ്ച നാം ഓർക്കണം. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്നതിന് പല കാരണങ്ങൾ പല നേതാക്കന്മാർക്കും പല വിഭാഗം ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് ഒരു ഭൂരിപക്ഷ ഹിന്ദു വിഭാഗം അധിവസിക്കുന്ന രാജ്യത്ത് ക്രിസ്ത്യാനികളായ വെള്ളക്കാർ ഭരിക്കേണ്ടതില്ല എന്ന് കരുതിയ ആളുകളുണ്ട്. ഇതൊരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, വെള്ളക്കാരല്ല ഇന്ത്യ ഭരിക്കേണ്ടത് എന്ന് കരുതിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ മുഗളന്മാരുടെ കയ്യിൽ നിന്നാണ് ഡൽഹി ബ്രിട്ടീഷുകാർ അധികാരം കൈയെടുത്തത്. അവർ സ്വാഭാവികമായും ആ വംശത്തിൻ്റെ പിന്മുറക്കാരുടെ കയ്യിൽ അധികാരം തിരികെ ലഭിക്കണം എന്ന് കരുതി സ്വാതന്ത്ര്യത്തിലേക്ക് പങ്കെടുത്ത ആളുകളുണ്ടാകാം. എന്തായാലും പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും പല കാരണങ്ങളുണ്ട് എന്ന് സൈക്കിൾ ബ്രാൻഡ് അഗർബത്തിയിൽ പരസ്യത്തിൽ പറയുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോകണമെന്ന് കരുതുന്നതിന് വ്യത്യസ്ത വീക്ഷണമുള്ള ആളുകൾക്ക്, നേതാക്കന്മാർക്ക് പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ എല്ലാം തന്നെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ നെടുനായകത്വം വഹിച്ച സമയം മുതൽ ഇല്ലെങ്കിൽ അതിന് കുറച്ചു കാലം മുമ്പ് മുതൽ എല്ലാം തന്നെ ഈ വികാരങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് പുറത്തു പോകണം, ബ്രിട്ടീഷ് റൂൾ അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഒരു പൊതു ന്യായത്തിലേക്ക്, പൊതു ആവശ്യത്തിലേക്ക്, ഉയർന്ന ഒരു മാനവിക മൂല്യത്തിലേക്ക്, ബോധത്തിലേക്ക് ആ സ്വാതന്ത്ര്യ സമരം ഉയർന്നു വന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകുന്ന ഒരു കാലഘട്ടത്തിൽ എത്തുന്നു. ആ സ്വതന്ത്രമാകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇന്ത്യ എന്തായാലും സ്വതന്ത്രമാകാൻ പോകുന്നു. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ എല്ലാ മനുഷ്യർക്കും, ഇന്ത്യയിലെ പൗരന്മാർക്കും പൗരന്മാരല്ലാതെ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കുമായി കൃത്യമായ ഒരു പൊതു നിയമം ഉണ്ടാകണം എന്ന് കരുതുന്നു. ആ പൊതു നിയമം മറ്റൊന്നുമല്ല, അതാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൊതുവിൽ ഒരു സംരക്ഷിത കവചമായി ഇന്ന് നിലനിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ആവിർഭാവം, അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാണ് ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് സുപ്രീം കോടതി വ്യാഖ്യാനിച്ചിട്ടുള്ളത്, ഭരണഘടനാ ശില്പികളുടെ മനസ്സെന്താണ് എന്ന് തുറന്നു പരിശോധിക്കാനുള്ള താക്കോലാണ് ഇന്ത്യയിലെ ഭരണഘടനയുടെ ആമുഖം എന്ന്. ഭരണഘടനാ ശില്പികളുടെ മനസ്സ് എന്തായിരുന്നു എന്ന് തുറന്നു നോക്കാനുള്ള താക്കോലാണ് ഭരണഘടനയിലെ ആമുഖം എന്ന് സുപ്രീം കോടതി വളരെ ഗൗരവമായി ഭരണഘടനാ ആമുഖത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനാ ആമുഖത്തിലെ പ്രത്യേകതകളെക്കുറിച്ച് പ്രത്യേകമായി ഒന്നും പറഞ്ഞു പോകുന്നില്ല, നമ്മളുടെ വിഷയം അതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ
സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഒരു പൊതു രീതി എന്താണ് എന്ന് നമുക്ക് ഒരു നിമിഷം കൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇന്ത്യയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്ത് ഉള്ള വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഏറെക്കുറെ ഇന്ത്യൻ മണ്ണിലുണ്ട്. ലോകത്തെവിടെയുമുള്ള വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ കാണാത്തത്ര ജാതി വ്യത്യാസങ്ങൾ ഇന്ത്യയിലുണ്ട്. വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ സംസ്കാരം, വ്യത്യസ്തമായ വീക്ഷണം, ഇങ്ങനെയുള്ള വ്യത്യസ്തതകൾ മാത്രം പുലർത്തുന്ന, ഒരുപക്ഷെ ദേശീയത എന്ന് പറയുന്ന ഒരു പൊതുവികാരത്തെക്കാൾ അപ്പുറമായി പ്രാദേശികത നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഭൂഭാഗത്തിന് എല്ലാവരെയും യോജിപ്പിക്കുന്ന, എല്ലാവർക്കും അവരുടേത് എന്ന് ബോധ്യപ്പെടുന്ന, അവരുടേത് എന്ന് വിശ്വാസത്തോടു കൂടി നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു പൊതു നിയമം വേണം. ആ നിയമം രൂപീകരിക്കുന്നത് ഭരണഘടന വഴിയാണ്. ആ നിയമമാണ് ഇന്ത്യൻ ഭരണഘടന. അതിന് ഭരണഘടനാ ശില്പികൾക്ക് 100% വിജയം ഉണ്ടാകാൻ കഴിഞ്ഞു. ആ ഒരു വിജയമാണ് ഫലത്തിൽ ഇപ്പോഴും ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കാൻ ഉള്ള അടിസ്ഥാന കാരണമായി ഞാൻ കാണുന്നത്. ആ ഭരണഘടനയിൽ ജനങ്ങളുടെ ഇല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരന്മാരുടെ മൗലികമായ അവകാശങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള അനുച്ഛേദങ്ങളുണ്ട്. അതാണ് നമ്മൾ ഗൗരവമായി വർത്തമാനത്തിലേക്ക് എത്തേണ്ടത്. ആ വർത്തമാനത്തിലാണ് നമ്മൾ ഗൗരവമായി എത്തേണ്ടത്. ഞാനൊരു വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറഞ്ഞുപോയി എന്ന് മാത്രം. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് പറയാൻ കഴിയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇത് മഹാഭൂരിപക്ഷവും എഴുതി തയ്യാറാക്കിയത് നെഹ്റു ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാരാണ്. അതിൽ ഭരണഘടനയുടെ 3ാമത്തെ പാർട്ടിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച്, ഫണ്ടമെൻ്റൽ റൈറ്റുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ആർട്ടിക്കിൾ അനുച്ഛേദം 12 മുതൽ 35 വരെ, ആർട്ടിക്കിൾ 12 to 35 ആണ് ഈ മൗലിക അവകാശങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ 31 എന്ന് പറയുന്ന അനുച്ഛേദം പിന്നീട് റിപ്പീൽ ചെയ്തു, ഇല്ലെങ്കിൽ എടുത്തു മാറ്റപ്പെട്ടു. അത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം പ്രാഥമികമായി മൗലിക അവകാശത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ പിന്നീട് സ്വത്തവകാശം മൗലിക അവകാശമായി കരുതേണ്ടതില്ല എന്ന് ബോധ്യപ്പെടുകയും 31ാമത്തെ അനുച്ഛേദം റിപ്പീൽ ചെയ്ത് കളയുകയും ഒഴിവാക്കി കളയുകയും ചെയ്തു. അങ്ങനെ 7 മൗലിക അവകാശങ്ങളുടെ ഭാഗം ഉണ്ടായിരുന്നത് ഇപ്പോൾ 6 അവകാശങ്ങൾ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. ഇന്ത്യൻ മണ്ണിൽ സമത്വം എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഗതിയല്ല. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തെക്കുറിച്ച് അവകാശത്തിൽ പറയുന്നു. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നു, അവകാശത്തെക്കുറിച്ച് പറയുന്നു. വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം. അതിലേക്ക് നമുക്ക് വരാം. 29 30 വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു. 31 നേരത്തെ പറഞ്ഞതുപോലെ റിപ്പീൽ ചെയ്തു പോയി. 32 മുതൽ 35 വരെ ഭരണഘടനാ പ്രതിനിധികൾക്കുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടന വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നു. ആമുഖമായി അത്രയും പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ വളരെ പെട്ടെന്ന്, അധികം സമയമെടുക്കാതെ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട വിവിധ അനുച്ഛേദങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. ആർട്ടിക്കിൾ 14, അതിൽ ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുൻപിലെ സമത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്നതാണ്: സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനേ ടു എനി പേഴ്സൺ ഇക്വാളിറ്റി ബിഫോർ ലോ ഓർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനേ ടു എനി പേഴ്സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണകൂടം ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ നിയമത്തിൻ്റെ മുൻപിൽ സമന്മാരായിരിക്കണം. അവർക്കെല്ലാവർക്കും നിയമത്തിൻ്റെ തുല്യമായ പരിരക്ഷ, പ്രൊട്ടക്ഷൻ ലഭ്യമാക്കുകയും വേണം. സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനേ ടു എനി പേഴ്സൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, എനി സിറ്റിസൺ എന്നല്ല. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്കും ഈ നിയമം, ഈ ആർട്ടിക്കിൾ 14 ബാധകമാണ്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും സമന്മാരായിരിക്കണം. അത് ഇന്ത്യൻ ഭരണഘടന പറയുന്നു. ഒരുപക്ഷെ വളരെ കേവലമായ, വളരെ നിസ്സാരമായ ഒരു നിയമമാണല്ലോ അത്. നിയമത്തിന് മുമ്പിൽ ആരും സമന്മാരല്ലേ എന്നൊരു ചോദ്യം ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആൾക്ക് തോന്നാം. കാര്യം നമ്മളുടെ ശീലത്തിൻ്റെ അനുസരിച്ച്
നമ്മളുടെ ഒരു പ്രത്യക്ഷ ഇല്ലെങ്കിൽ ഓർമ്മയിലുള്ള ഒരു സാംസ്കാരികമായ ചുറ്റുപാട് വെച്ച് നോക്കിയാൽ എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണ്. എന്നാൽ ഇന്ത്യയുടെ ഇന്നലകൾ പരിശോധിക്കുമ്പോൾ എല്ലാവരും നിയമത്തിൻ്റെ മുൻപിൽ സമന്മാരായിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വ്യത്യസ്തമായ ജാതി വിഭാഗങ്ങൾക്ക്, മതവിഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിയമങ്ങൾ, വ്യത്യസ്തമായ തെളിവ് നിയമങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യൻ ഭരണഘടന പറയുന്നു, അതുവരെ നമ്മൾ നടത്തി വന്നിട്ടുള്ള ഇത്തരം വ്യത്യസ്തതകൾ ഒന്നും തന്നെ നിയമത്തിൻ്റെ മുൻപിൽ പാടില്ല. ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും സമന്മാരായിരിക്കണം, എല്ലാവർക്കും തുല്യമായ നീതി, തുല്യമായ പരിരക്ഷ ലഭ്യമായിരിക്കണം. അത് തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു നിയമമാണ് ആർട്ടിക്കിൾ 14. അതിനകത്ത് വളരെ വ്യത്യസ്തമായി പറഞ്ഞിട്ടുള്ളത് ഈ അടുത്തത് ആർട്ടിക്കിൾ 15. അത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. State shall not discriminate any citizen on ground only on the basis of religion, caste, creed, sex, place of birth, etc. ഭരണകൂടം ഒരു വ്യക്തിയുടെ, ആർട്ടിക്കിൾ 15 വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഭരണകൂടം ഒരു വ്യക്തിയുടെ ജനനസ്ഥലം, വ്യക്തിയുടെ ജാതിയുമായി ബന്ധപ്പെട്ട്, മതപരമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ ലിംഗവുമായി ബന്ധപ്പെട്ട്, ആണോ പെണ്ണോ എന്ന നിലയിൽ, ഇല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ ഒരു തരത്തിലുള്ള വേർതിരിവും പാടില്ല. ആർട്ടിക്കിൾ 15 വളരെ വ്യക്തമായി ഇന്ത്യൻ ഭരണഘടന പറയുന്നു. അങ്ങനെ വേർകൃത്യമില്ലാതെ ജീവിക്കാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് മൗലികമായ അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇന്നലകളിൽ വളരെ സംസ്കാര സമ്പന്നമായ കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആലപ്പുഴയിലെ ആലുമൂട്ടിൽ ചാന്നാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥ ഓർക്കുന്നത് വളരെ നല്ലതാണ്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവിന് ശേഷം, ഇല്ല രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ, രാജാവിന് സ്വന്തമായി അംബാസഡർ കാറുള്ളപ്പോൾ ആലപ്പുഴയിലെ അമ്പലപ്പുഴ ആലുമൂട്ടി ചാന്നാർക്ക് സ്വന്തമായി അംബാസഡർ കാറുണ്ട്. രാജാവിന് ശേഷം സ്വന്തമായി അംബാസഡർ കാറുള്ള വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ. അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്നിറങ്ങി, ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു, വലിയ പത്രാസിൽ മേൽമുണ്ടൊക്കെ ഇട്ട് കാറിൽ പിൻസീറ്റിൽ നല്ല ഗമയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങും. പക്ഷേ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തുമ്പോൾ അവിടെ കാറ് നിൽക്കും. മുതലാളി കാറിൽ നിന്ന് പുറത്തിറങ്ങി വയൽ വഴി തെങ്ങുംപഴ ചാടി അത്യാവശ്യം തോട്ടിലെയും പാടത്തെയും ചെളിയൊക്കെ കാലിൽ പറ്റി 1/2 കിലോമീറ്ററോളം കുനിഞ്ഞ് അല്പം നൂന്ന് നടന്ന് വീണ്ടും റോഡിലെത്തുമ്പോൾ മുന്നോക്ക സമുദായ അംഗമായ ഡ്രൈവർ മുതലാളിക്ക് വേണ്ടി ഈ കാറ് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഓടിച്ച് അപ്പുറം എത്തി കാത്തു നിൽക്കും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പിന്നോക്ക സമൂഹത്തിൽ നിന്ന് സാമ്പത്തികമായി ഉയർന്ന ആളാണെങ്കിൽ പോലും അന്ന് അമ്പലങ്ങൾക്ക് മുൻപിലൂടെ നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അത് ഏതെങ്കിലും ചില പ്രത്യേക മതവിഭാഗക്കാരോട് ഇല്ലെങ്കിൽ വരേണ്യ മതവിഭാഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത്, ഒരു സമൂഹത്തിൽ പൊതുവായ ഒരു നിയമം മനുഷ്യർക്ക് വേണ്ടി ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 15 വളരെ വ്യക്തമായി പറയുന്നു, ഭരണകൂടം ജാതിയുടെ, മതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ലിംഗ വ്യത്യാസത്തിൻ്റെ ഒന്നിൻ്റെയും പേരിൽ യാതൊരു വിധമായ വേർകൃത്യവും നടത്താൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി ആർട്ടിക്കിൾ 15 പറയുന്നു. അതൊരു മൗലികമായ അവകാശമാണ്, ജനങ്ങൾക്കുള്ള മൗലികമായ അവകാശമാണ്. അതിൽ തന്നെ ആർട്ടിക്കിൾ 13 പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭരണകൂടത്തിന് വേണമെങ്കിൽ പ്രത്യേകമായ നിയമങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നടപ്പാക്കാവുന്നതാണ്. എന്തിനു വേണ്ടി? തുല്യത നിലനിർത്തുന്നതിന് വേണ്ടി, ഇല്ലേ തുല്യതയിലേക്ക് സ്ത്രീകളെയും കുട്ടികളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ആർട്ടിക്കിൾ 15 3, 4 ഭാഗങ്ങൾ വ്യക്തമായി പറയുന്നു, പ്രത്യേകമായ നിയമനിർമ്മാണങ്ങൾ നടത്താം. അടുത്തതായി ആർട്ടിക്കിൾ 16 നമ്മൾ വരുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. പൊതു തൊഴിലിടങ്ങൾ, സർക്കാർ നിയന്ത്രണത്തിലുള്ള, ഭരണകൂട നിയന്ത്രണത്തിലുള്ള പൊതു തൊഴിൽ ഇടങ്ങളുമായി ബന്ധപ്പെട്ട തുല്യനീതി ഉറപ്പാക്കണം
എന്ന് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 16 വളരെ ഗൗരവത്തിൽ അല്പം പോലും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഡോക്ടർ പൽപ്പൂനുണ്ടായ ഒരു അനുഭവം നമ്മൾ ഓർത്താൽ മതിയാകും. മൈസൂരിൽ നിന്ന് വൈദ്യ വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയാക്കി, അന്നത്തെ MBBS ഒക്കെ പൂർത്തിയാക്കി കേരളത്തിലെത്തി മഹാരാജാവിനെ കണ്ട് മുഖം കാണിച്ച്, ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ പോലും അന്ന് മുഖം കാണിക്കാനേ കഴിയുള്ളൂ, മുഖം കാണിച്ച് ഡോക്ടർ പൽപ്പു പറഞ്ഞ്, മഹാരാജൻ, ഞാൻ ഡോക്ടറാണ്, ചികിത്സിക്കാനുള്ള യോഗ്യത നേടിയിട്ടുള്ള ആളാണ്, എനിക്ക് ഒരു തൊഴിൽ വേണം, ഞാൻ ജനങ്ങളെ ചികിത്സിക്കാം. അപ്പോൾ മഹാരാജാവ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, താങ്കൾക്ക് അറിയേണ്ട ഒരു തൊഴിൽ അറിയാമോ? അറിയാമെങ്കിൽ ആ തൊഴിൽ ചെയ്ത് ജീവിക്കുക. ഇതാണ് മഹാരാജാവ് അന്ന് ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞ ഒരു സംഗതി, മറുപടി. ഇന്നാണ് ആ മറുപടി മഹാരാജാവ് പറയുന്നെങ്കിൽ ഏറെ താമസിയാതെ കൃത്യമായി മഹാരാജാവ് ജയിലിൽ പോകും. കാര്യം ഭരണഘടന നിലവിലുണ്ട്. ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16 പ്രകാരം ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗവ്യത്യാസത്തിൻ്റെയോ ജനന സ്ഥലത്തിൻ്റെയോ കുലത്തിൻ്റെയോ ഒന്നിൻ്റെയും പേരിൽ പൊതുവായ തൊഴിൽ ഇടങ്ങളിൽ പിന്നോക്ക സമുദായ അംഗങ്ങൾ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഗതികളുടെ ഒന്നിൻ്റെയും പേരിൽ ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് ആർട്ടിക്കിൾ 16 വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പൽപ്പുവിന് ഇന്നലെ അനുഭവിക്കേണ്ടി വന്ന ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, എല്ലാവരെയും സമന്മാരായി കാണുന്ന ഒരു ഭരണകൂട വ്യവസ്ഥ ഭരണഘടനയുടെ ഭാഗമായി ഇന്നലകളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ വിഷമം ഡോക്ടർ പൽപ്പുവിന് അനുഭവിക്കേണ്ടി വന്നത്. ഇന്ന് ഡോക്ടർ പൽക്കുമാർ ഉണ്ടാകാതിരിക്കുന്നത്, ഇല്ലെങ്കിൽ അത്തരം ദുരനുഭവങ്ങൾ ജനത്തിന് ഉണ്ടാകാതിരിക്കുന്നത് സംരക്ഷിത കവചമായി നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16 നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു മഹത്വമായി നമ്മൾ ബോധ്യപ്പെടേണ്ടത്. അതിൽ തന്നെ ഒരു തർക്കമായി ഉയർത്തി വരാൻ കഴിയുന്ന ഒരു സംഗതി ആർട്ടിക്കിൾ 16(4) വളരെ വ്യക്തമായി ഒരു റിസർവേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൊതുസമത്വമാണ് 16 വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് റിസർവേഷൻ ആകാം എന്ന് അനുച്ഛേദം 16 സബ് ക്ലോസ് 4 പറയുന്നുണ്ട്. തീർച്ചയായും ഇത് ഒരു ഗൗരവമുള്ള ഒരു ചർച്ചയ്ക്കോ ഒരല്പം സംശയത്തിനോ വഴിവെക്കാം. എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണ് എന്നും ജാതിയുടെയും മതത്തിൻ്റെയും ജനിച്ച സ്ഥലത്തിൻ്റെയും ലിംഗവ്യത്യാസത്തിൻ്റെയും ഒന്നിൻ്റെയും പേരിൽ പൊതു തൊഴിൽ ഇടങ്ങളിൽ നിന്ന് ആരെയും മാറ്റി നിർത്തരുത് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പിന്നോക്ക സമൂഹവുമായി ബന്ധപ്പെട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി വേണമെങ്കിൽ റിസർവേഷൻ ആകാം എന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട്, ഭരണകൂടത്തിന് നിർദ്ദേശം നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റിസർവേഷൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ ചോദ്യം ഒട്ടനവധി സ്ഥലങ്ങളിൽ ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അല്പം പോലും ആശാസ്യമല്ലാത്ത മറുപടികളാണ് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഒട്ടനവധി സ്ഥലങ്ങളിൽ ആശാസ്യമല്ലാത്ത മറുപടി. എന്താണ് റിസർവേഷൻ്റെ ഉദ്ദേശമെന്നും എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ റിസർവേഷൻ ഉള്ളത് എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കായി മുന്നോട്ട് വെക്കുമ്പോൾ മഹാഭൂരിപക്ഷം ആളുകളും പറയുന്നത് ജാതിയാണ് അടിസ്ഥാനം എന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ജാതി സംവരണം ഉണ്ടോ? ജാതി സംവരണമാണോ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16 വിഭാവനം ചെയ്തിട്ടുള്ളത്? അല്ലേ അല്ല എന്നാണ് മറുപടി. ഇന്ത്യയിലെ സംവരണത്തിൻ്റെ അടിസ്ഥാനം ജാതി അല്ല. ഇന്ത്യയിൽ സംവരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 16 ക്ലോസ് 4 ക്ലാസ് റിസർവേഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് നെസസറി സ്റ്റേറ്റ് ക്യാൻ ഹാവ് ക്ലാസ് റിസർവേഷൻ എന്നാണ്, അല്ലാണ്ട് കാസ്റ്റ് റിസർവേഷൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ക്ലാസും കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും കൃത്യമായി അറിയില്ല, അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ സമൂഹത്തിലെ ഒരു എലൈറ്റ് ക്ലാസ് എന്ന് സ്വയം കരുതുന്ന, ഇല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന ആളുകൾ തയ്യാറായിട്ടില്ല, ഇല്ലെങ്കിൽ അവരുടെ പ്രയത്നങ്ങൾ വേണ്ട വിധത്തിൽ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയിലുള്ളത് ക്ലാസ് റിസർവേഷനാണ്, സാമൂഹ്യ സംവരണമാണ്.
അല്ലാതെ കാസ്റ്റ് റിസർവേഷൻ അല്ല, ജാതി സംവരണമല്ല. എന്നാൽ സ്വാഭാവികമായും PSC അഡ്വൈസ് കാത്തു നിൽക്കുന്ന ആളുകൾ PSC ലിസ്റ്റ് ഇടുമ്പോൾ ജാതി സംവരണത്തെക്കുറിച്ചാണല്ലോ പറയുന്നത് എന്ന് ന്യായമായും സംശയിക്കാം. തീർച്ചയായുമാണ്. ഇന്ത്യയിലെ പിന്നോക്കാവസ്ഥയുടെ കാരണം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ക്ലാസ് റിസർവേഷനും കാസ്റ്റ് റിസർവേഷനും തമ്മിലുള്ള വ്യത്യാസം ബോധ്യപ്പെടും. ഇന്ത്യയുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനം ജാതിയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാന കാരണം ജാതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സാമൂഹ്യ സംവരണത്തിൽ പലപ്പോഴും ജാതി സംവരണം വ്യാഖ്യാനിക്കപ്പെടും. ഇന്ത്യയുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനം ജാതി ആയതുകൊണ്ട് സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി, മറികടക്കുന്നതിന് വേണ്ടിയുള്ള സംവരണങ്ങൾ ആലോചിക്കുമ്പോൾ ജാതി ഒരു ഘടകമായി വരും. അല്ലാതെ നേരിട്ട് ജാതി സംവരണം അല്ല, സാമൂഹ്യ സംവരണമാണ് നമ്മൾ നടപ്പാക്കുന്നത് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒരു കാലമായി എന്ന് കരുതുകയാണ് ആർട്ടിക്കിൾ 16 പ്രകാരം. ഇനി ആർട്ടിക്കിൾ 17 വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാവുന്ന ഒരു കാര്യം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇല്ലെങ്കിൽ തൊട്ടുകൂടായ്മയുടെ നിരോധനം. മറ്റ് വിവിധ അനുച്ഛേദങ്ങളെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വോട്ടെടുപ്പ് ഒക്കെ നടന്നിട്ടുണ്ട്. എങ്കിലും ഏകകണ്ഠമായി മഹാത്മാഗാന്ധി കി ജയ് എന്ന് മുദ്രാവാക്യം ഒരേ സ്വരത്തിൽ പലയാവർത്തി വിളിച്ച് ഒറ്റ നിമിഷം കൊണ്ട് പാസ്സാക്കിയെടുത്ത ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇല്ലെങ്കിൽ തൊട്ടുകൂടായ്മയുടെ നിരോധനം. സത്യത്തിൽ ഈ മതിലുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ആനന്ദ്, പ്രശസ്തനായ എഴുത്തുകാരൻ ആനന്ദ് പറയുന്നത് ഊഷരമായ മനസ്സിൽ നിന്നാണ് മരുഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ്. അതുപോലെ ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു പ്രാകൃത അഭാവമാണ്. അത് ഇന്ത്യയിൽ ജാതിയുമായി വളരെ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നൂറ്റാണ്ടുകളായി ഒരു ആചാരം എന്ന നിലയിൽ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തൊട്ടുകൂടായ്മ സ്വാഭാവികമായും ഇന്ത്യയിൽ നിലനിന്ന് കാണാൻ പാടില്ല. അതൊരു മാനവിക രാജ്യത്ത് ഇല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിന് ഒട്ടും യോജിച്ചതല്ല എന്ന നിലപാട് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ, അനുച്ഛേദം ഇന്ത്യൻ ഭരണഘടന വരാനുള്ള ഒരു അടിസ്ഥാനം. ഈ അനുച്ഛേദം നമുക്ക് ചരിത്രപരമായി ഒന്ന് വിലയിരുത്തിയാൽ ആചാരവുമായി ഇതിന് വലിയ ബന്ധമുണ്ട്. ഈ തൊട്ടുകൂടായ്മയ്ക്ക് അതൊന്നും മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. ഇവിടെ പഞ്ചമി എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിയുമായി ഊരുട്ടമ്പലം സ്കൂളിൽ അയ്യങ്കാളി വിദ്യാഭ്യാസത്തിനായി ചെല്ലുമ്പോൾ, പഞ്ചമി പഠിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ, അന്ന് മഹാരാജാവിൻ്റെ തീട്ടൂരമുണ്ട്, ഉത്തരവുണ്ട്, പിന്നോക്ക സമൂഹത്തിൽ നിന്ന് കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിക്കണം എന്ന് പറയുന്ന വിധിയുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി പോലെ ഒരു വിധി അന്നും ഉണ്ട്. പക്ഷേ ആ വിധി നടപ്പാക്കാൻ, മഹാരാജാവിൻ്റെ കൽപ്പന നടപ്പാക്കാൻ അന്നത്തെ വരേണ്യ മാടമ്പിമാർ സമ്മതിച്ചില്ല. അത് പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടിയോടുള്ള വ്യക്തിപരമായ വിരോധത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് അതൊരു നാട്ടാചാരം, ആ പറയുന്ന ആചാരം നിലനിന്ന് കാണണമെന്നും അവർ ആ ആചാരം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു തന്ത്രപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ പൽപുവിനോട് രാജാവിന് പ്രത്യേകമായി വ്യക്തിപരമായ തർക്കമൊന്നും ഉണ്ടാകണമെന്നില്ല, മറിച്ച് അന്നത്തെ ആചാരം, വിശ്വാസപരമായ നൂറ്റാണ്ടുകൾ പിന്നിട്ട് വന്ന ആചാരമാണ് പിന്നോക്ക സമൂഹത്തിൽ നിന്ന് ആളുകളിലെ തൊട്ടുകൂടാ എന്ന് പറയുന്ന, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരാണ്, അവർ നീചജന്മങ്ങളാണ് എന്ന ഒരു സങ്കല്പം. അതൊരു ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ്. അത് സംരക്ഷിക്കാനാണ് ഡോക്ടർ പൽപുവിനെ സർക്കാർ ജോലി കൊടുക്കാൻ പാടില്ല, കഴിയില്ല, നിനക്കറിയാവുന്ന തൊഴിൽ മാത്രം നീ ചെയ്താൽ മതി എന്ന് രാജാവ് പറഞ്ഞത്. അങ്ങനെയാണ് പഞ്ചമിയെ വിദ്യാഭ്യാസം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അവസാനം പഞ്ചമിക്ക് വിദ്യാഭ്യാസം കൊടുത്തേ മതിയാകൂ എന്ന് ബോധ്യപ്പെടുന്നതിന് കേരളത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ കാർഷിക കലാപം അയ്യങ്കാളി മുന്നോട്ട് വെച്ചു. ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിന് എത്രയോ കാലം മുമ്പ്, 1.5 വർഷത്തോളം, ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ പോയില്ല എന്ന് അയ്യങ്കാളി കർശനമായ നിലപാടെടുത്തപ്പോൾ പട്ടിണിയായപ്പോൾ കാര്യം ബോധ്യപ്പെട്ടു അവർക്ക്. ആദ്യത്തെ സാമൂഹിക വിപ്ലവം അതാണ്. അതുപോലെ തന്നെ നാരായണഗുരു, ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ആ നല്ല മനുഷ്യൻ അരിപ്പുറത്ത് ആ ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ അത് തടയാൻ ചെന്ന വരേണ്യ ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ വക്താക്കൾ നാരായണ ഗുരുവിനോട് വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല, മറിച്ച്
ഈഴവശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ നടത്തേണ്ടിയിരുന്ന ഉരുവിടേണ്ടിയിരുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടില്ല എന്നോ ഇല്ലെ ഉരുവിട്ടത് തെറ്റിപ്പോയി എന്നോ ഇല്ലെങ്കിൽ പൂർണ്ണമായി അതൊന്നും ആയിരുന്നില്ല തർക്കം. മറിച്ച് ജനനകുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് ഇതിനുള്ള അവകാശമില്ല, താങ്കൾ അത് ചെയ്യണ്ട, അതാണ് വിഷയം. അതൊരു നാട്ടാചാരത്തിൻ്റെ ഇല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ ഒക്കെ ഭാഗമായാണ് ഈ ഒഴിവാക്കലുകൾ ഇല്ലെങ്കിൽ ഈ തിരസ്കരണം സമൂഹത്തിൽ ഇന്നലകളിൽ നടന്നത്. അത് ഇന്ത്യയിൽ പാടില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ 17 പ്രകാരം അത് ഇന്ത്യൻ ഭരണഘടന അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ ഇന്ത്യയിൽ നിരോധിച്ചു എന്ന് മാത്രമല്ല, ഏതെങ്കിലും രൂപത്തിലുള്ള തൊട്ടുകൂടായ്മ ഇന്ത്യയിൽ കർശനമായ നിയമ നടപടിക്ക് പാത്രമാകുകയും ചെയ്യും. തൊട്ടുകൂടായ്മ നിരോധിച്ചത് മാത്രമല്ല, അത് ഏതെങ്കിലും രൂപത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് കർക്കശമായ നിയമ നിലപാടുകൾക്ക് പാത്രമാകുകയും ചെയ്യും എന്ന് ആർട്ടിക്കിൾ 17 കർക്കശമായ നിലപാടെടുക്കുന്നു. അതാണ് ഇന്ത്യയിൽ ഇന്ന് ജനങ്ങളുടെ ഒരു സമത്വം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു വലിയ കവചമായി, രക്ഷാകവചമായി നിലനിൽക്കുന്നത് എന്ന് നമ്മൾ നന്ദിയോടുകൂടി നമ്മൾ സ്മരിക്കേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്തുകൊണ്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്? അതൊരു പ്രത്യേകമായൊരു നിയമമല്ല, എന്തെങ്കിലും ഒരു അവകാശം ജനങ്ങൾക്ക് നൽകുന്നതല്ല. നിയമമല്ല എന്നല്ല, അവകാശം ജനങ്ങൾക്ക് നൽകുന്നില്ല ആ ഒരു ആർട്ടിക്കിൾ വഴി. പക്ഷേ തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ യാത്രയിൽ ഇത്തരം സ്ഥാനപ്പേരുകൾ ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത് തുടർന്നും നടത്തിക്കൊണ്ടുപോയാൽ അത് ജനങ്ങളുടെ തുല്യതയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ സ്ഥാനപ്പേരുകൾ നിരോധിച്ച് ആർട്ടിക്കിൾ 18 പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ദിവാൻ, മഹാരാജ അടക്കമുള്ള വിവിധ സ്ഥാനപ്പേരുകൾ നൽകി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനും ജനങ്ങളുടെ ഇടയിൽ ചില മൂപ്പന്മാരെ അധികാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ ആവശ്യം ജനാധിപത്യ രാജ്യത്ത് വേണ്ട എന്ന് കരുതിയിട്ടാണ് ആർട്ടിക്കിൾ 18 ഈ സ്ഥാനപ്പേരുകൾ നിരോധിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. 2 കാര്യങ്ങൾക്ക് ഇത്തരം പേരുകൾ നൽകാം. ഒന്ന്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഡോക്ടറേറ്റുകൾ. ഒരു അഭിഭാഷകന് അഡ്വക്കേറ്റ് എന്ന് വെക്കാം, ഡോക്ടറേറ്റ് ഉള്ള ആളുകൾക്ക് ഡോക്ടർ എന്ന് വെക്കാം. പിന്നെ വിദ്യാഭ്യാസം ബന്ധപ്പെട്ട് പിന്നെ കേണൽ പദവി, ലെഫ്റ്റനന്റ് അടക്കമുള്ള പദവികൾ, മേജർ പദവി, പട്ടാളവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്ഥാനപ്പേരുകൾ വെക്കാം. ഈ 2 കാര്യങ്ങൾക്ക് മാത്രമേ ഇന്ത്യയിൽ അത് സാധ്യമാവുകയുള്ളൂ. ഇത് തുല്യതയ്ക്ക് എതിരാണ് എന്ന് കരുതിക്കൊണ്ട് 77 ജനതാ ഗവൺമെൻറ് വന്നപ്പോൾ ഈ പറയുന്ന സ്ഥാനപ്പേരുകൾ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് ഈ പത്മവിഭൂഷൺ അടക്കമുള്ള ചില 5ഓളം ഗവൺമെൻറ് തന്നെ നൽകിയിട്ടുള്ള ചില അവാർഡുകൾ ഉണ്ടായിരുന്നത്. അത് 77 ജനതാ ഗവൺമെൻറ് നിരോധിക്കുകയും പിന്നീട് 80 വന്ന കോൺഗ്രസ് ഗവൺമെൻറ് അത് വീണ്ടും കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് അനുബന്ധമായ സുപ്രീം കോടതി വിധികളിലേക്കൊന്നും അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. ഇത് വെറും അവാർഡുകളാണ് എന്നും അതല്ലാണ്ട് സ്ഥാനപ്പേരുകളല്ല എന്നും സുപ്രീം കോടതി വളരെ ഗൗരവമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, മിലിറ്ററിയുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ പത്മഭൂഷൺ അടക്കമുള്ള പത്മ അവാർഡുകൾ ഉൾപ്പെടെയുള്ള അവാർഡുകളെല്ലാം തന്നെ എക്സലൻസിനുള്ള അവാർഡുകളാണ്, മറിച്ച് സ്ഥാനപ്പേരുകളല്ല എന്ന് കൃത്യമായി സുപ്രീം കോടതി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മറിച്ച് ഇത് സ്ഥാനപ്പേര് പോലെ ഉപയോഗിക്കുകയാണ് എങ്കിൽ കൃത്യമായി അത് പിൻവലിക്കാനുള്ള അധികാരവും സർക്കാരുകൾക്ക് ഉണ്ട്. അത് കൃത്യമായി നടപ്പാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉൾപ്പെടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ, സുപ്രീം കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള ഒരു സ്ക്രീനിങ് കമ്മിറ്റിയൊക്കെ ഉണ്ടാകണമെന്ന് വ്യത്യസ്തമായ വിധിന്യായങ്ങളിൽ സുപ്രീം കോടതി കാലാകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമ്മൾ എല്ലാവരും തന്നെ എപ്പോഴും, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, എൻ്റെ പൗര സ്വാതന്ത്ര്യമാണ്, അറിയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യമാണ്, പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ മനസ്സ് എന്താണ് എന്ന് വ്യക്തമാക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 19 പറയുന്ന സംഗതികൾക്കൊരു കവചമായി, ഒരു പരിഗണന, ഒരു സുരക്ഷിത കവചമായി ഓടി നമ്മൾ എത്തുന്നത് ആർട്ടിക്കിൾ 19 ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉള്ള അവകാശമാണ് വർത്തമാനത്തിനുള്ള സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം,
യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ ഏത് തൊഴിലും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, ഏത് ബിസിനസ്സും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഏത് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള പൗര സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ ആർട്ടിക്കിൾ 19 വളരെ വ്യക്തമായി വർണ്ണിച്ചിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്, ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിനകത്ത് സുപ്രീം കോടതി വളരെ ഗൗരവമായി പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ റൈറ്റ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ, പൗരാവകാശം എന്ന് പറയുന്നത് കേവലമായ അവകാശങ്ങൾ മാത്രമല്ല, മറിച്ച് അന്തസ്സുറ്റ ഒരു ജീവിതത്തിന് ആവശ്യമായ എല്ലാ അവകാശങ്ങളുടെയും ഒരു ക്രോഡീകൃത രൂപമാണ് ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുള്ളത് എന്നാണ് മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വളരെ ലാൻഡ്മാർക്കായിട്ടുള്ള ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 19 ഒരു പരിധി, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന മുഴുവൻ കാര്യങ്ങളും പറയാം എന്ന് പറയുമ്പോൾ അതിന് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. റീസണബിൾ റെസ്ട്രിക്ഷൻ, ആരാണ് ആ നിയന്ത്രണം വെക്കേണ്ടത് ഭരണകൂടമാണ്. നിയന്ത്രണം ഭരണകൂടം വെക്കുമ്പോൾ അത് ഏത് അളവിൽ വരെ ആകാം എന്നുള്ളത് ന്യായമായ ഒരു ചോദ്യമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, മനസ്സിലുള്ള ആശയങ്ങൾ പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ നീതിയുക്തമായി മാനവിക മൂല്യത്തോടുകൂടി നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് അവകാശമുണ്ട്. ഇന്ത്യൻ പരമാധികാരത്തിന് എതിരാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ വക കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. മറിച്ച് രാജ്യം ഭരിക്കുന്ന ഇല്ല ഭരണകൂടം നിയന്ത്രിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ആർട്ടിക്കിൾ 19 ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല എന്ന് വളരെ ഗൗരവമായി സുപ്രീം കോടതി പലവിധ വിധിന്യായങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിക്കിൾ 19 ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 1-2 സംഗതികൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ 19 പ്രകാരം കൃത്യമായ അവകാശം എല്ലാവർക്കുമുണ്ട്, അതിൽ തർക്കമില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ കരുതൽ തടങ്കലിൽ വെക്കുന്ന ചില തീരുമാനങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ സുപ്രീം കോടതി അതിൽ ഇടപെടുകയും രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം ഒന്നും തന്നെ പരിമിതപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ 19 വീണ്ടും വ്യാഖ്യാനിക്കുന്ന ചില കേസുകൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് ഒരുപക്ഷെ നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 19 അനുസരിച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലമായ ഒരു സ്വാതന്ത്ര്യം മാത്രമല്ല, അന്തസ്സുറ്റ ഒരു ജീവിതത്തിന് എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങളാണോ വേണ്ടത് ആ സ്വാതന്ത്ര്യങ്ങളെല്ലാം കൂടിച്ചേരുന്നതാണ് ആർട്ടിക്കിൾ 19 വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി സുപ്രീം കോടതി ഒരുപടി വിധിന്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യമാണ് എനിക്ക് നിങ്ങളോട് വർത്തമാനം പറയാനും നിങ്ങളുടെ മനസ്സിലുള്ള സംഗതികൾ ജനങ്ങളോട് പറയാനും ആ ആശയത്തിൻ്റെ പേരിൽ സംഘടിക്കാനും ആ ആശയം പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് അവകാശം നൽകുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 20 വളരെ കൗതുകത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. നോ പേഴ്സൺ ഷാൽ ബി കൺവിക്റ്റഡ് ട്വൈസ് ഫോർ എ സെയിം ഒഫൻസ് എന്നൊക്കെ നമ്മളിങ്ങനെ വ്യാഖ്യാനിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഒരേ കുറ്റത്തിന് 2 പ്രാവശ്യം ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അത് ആർട്ടിക്കിൾ 20 വളരെ ഗൗരവമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 23 വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, ഒരാൾ ഒരു കുറ്റം ചെയ്തു എന്ന് കരുതുക, ആ പ്രവൃത്തിക്കെതിരെ
സാക്ഷിയാകാൻ അയാളെ പ്രേരിപ്പിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സൈലൻസ്. ആർട്ടിക്കിൾ 19 റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരത്തിനുള്ള, ചിന്തയ്ക്കുള്ള, അത് പ്രചരിപ്പിക്കാനുള്ള ആ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ നിശബ്ദതയ്ക്കുള്ള സ്വാതന്ത്ര്യം കൂടി മനുഷ്യർക്കുണ്ടാകണം. അത്ര ഉയർന്ന ഒരു മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ 19 വർത്തമാനത്തിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഭരണഘടന പറയുമ്പോൾ ആർട്ടിക്കിൾ 20 റൈറ്റ് ടു സൈലൻസിനെ കുറിച്ച്, നിശബ്ദമായിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഞാൻ ആണ് ഒരു കുറ്റം ചെയ്തത് എങ്കിൽ ആ കുറ്റകൃത്യത്തിന് ഞാൻ തെളിവ് നൽകാതിരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ തന്നെ അതിൽ സാക്ഷിയാകാതിരിക്കുക, എന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള മൗലികമായ ഒരു അവകാശം നിലനിർത്തുക ഒക്കെ ആർട്ടിക്കിൾ 20 വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരേ കുറ്റത്തിന് 2 പ്രാവശ്യം ശിക്ഷിക്കപ്പെടാതിരിക്കുക എന്ന് പറയുന്ന വളരെ മാനവികമായ ഒരു നിലപാട് ആർട്ടിക്കിൾ 20 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിലവിലെ നിയമവ്യവസ്ഥയുടെ ഭാഗമായി അല്ലാതെ ഒരാളും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. നിലവിലെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി അതിൻ്റെ വിചാരണകൾക്കൊടുവിൽ മാത്രമേ ഒരാൾ ശിക്ഷിക്കപ്പെടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഭരണകൂടത്തിൻ്റെ ഭാഗമായി തന്നെ നടക്കുന്ന ചില സംശയാസ്പദമായ ചില മരണങ്ങൾ ഒക്കെ നമ്മൾ ഈ ആർട്ടിക്കിൾ 20 വ്യാഖ്യാനിക്കുമ്പോൾ, ആർട്ടിക്കിൾ 20 വായിക്കുമ്പോൾ ഓർക്കുന്നത് നന്നായിരിക്കും. കുറച്ചു കാലം മുമ്പ് വടക്കേ ഇന്ത്യയിൽ ഒരു ഡോക്ടർ പെൺകുട്ടി, ഒരു പാവം പെൺകുട്ടി വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൽ കുറ്റവാളികളായി ആരോപിക്കപ്പെടുന്ന 4 പേർ അറസ്റ്റിലായി. നമ്മളെല്ലാവരും വളരെ സന്തോഷിച്ചു. മേലിൽ ഇത്തരം ഒരു അവസ്ഥ നാട്ടിലെ ഒരു കുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളുടെ മാനവിക മൂല്യത്തിൻ്റെ ഭാഗമാണ്. മരണപ്പെട്ട കുട്ടിയുടെ തൊഴിലോ, നിറമോ, കുലമോ, ജാതിയോ, മതമോ, രാഷ്ട്രീയ സങ്കല്പങ്ങളോ, ജനന സ്ഥലമോ അതൊന്നുമല്ല പ്രശ്നം. ഒരു പെൺകുട്ടിക്കും ഇത് ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് മാനവിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മൾ വളരെ ദുഃഖത്തോടു കൂടി ആ വാർത്ത കേട്ടപ്പോൾ അല്പം ആശ്വാസത്തിൽ ആ പ്രതികളെ നിയമത്തിൻ്റെ കൈകളിൽ എത്തിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കേട്ട വാർത്ത, തെളിവെടുപ്പിനായി ഈ ആളുകളെ സംഭവ സ്ഥലത്ത്, പ്ലേസ് ഓഫ് ഒക്കറൻസ്, അവിടെ കൃത്യ സ്ഥലത്തേക്ക് കൊണ്ടു ചെന്നപ്പോൾ അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും SP അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്ന നിലയിൽ അവർക്ക് നേരെ നിറ ഒഴിച്ചുവെന്നും അവർ മരണപ്പെട്ടു എന്ന വാർത്തയാണ് കേട്ടത്. ആ മരണങ്ങൾ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ ഇടയിലും ആസ്വദിക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ആ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വന്ന കമൻറ്റുകളും ലൈക്കുകളും ഷെയറുകളും ഒക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായും സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ നരാധമന്മാർക്ക് ഇത് തന്നെ വേണം, ഇങ്ങനെ തന്നെ ഇവരെയും അവസാനിപ്പിക്കണം, അല്ലാണ്ട് തീറ്റിപ്പോറ്റുക അല്ല വേണ്ടത് എന്നൊക്കെയുള്ള ചിന്ത നമ്മളുടെ ഒരു സാധാരണ ബോധ നിലവാരത്തിൽ ഉയർന്നു വന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ ആർട്ടിക്കിൾ 20 പറയുന്നത് അങ്ങനെയല്ല നടപ്പാക്കേണ്ടത് എന്നാണ്. മറിച്ച് നിയമപരമായി ഉള്ള വിചാരണ ഉൾപ്പെടെയുള്ള സംഗതികൾ കൃത്യമായി നടപ്പാക്കിയെങ്കിൽ മാത്രമേ അത് നിയമം നടപ്പായി എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. അല്ല എങ്കിൽ ഇവർ തന്നെയാണ് കുറ്റവാളികൾ എന്ന് തെളിയിക്കപ്പെടാതിരിക്കുന്നിടത്തോളം കാലം യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു ഗിമ്മിക്കാണ് ഇത്, ഇല്ലെങ്കിൽ ഭരണകൂട ഭീകരതയാണ് എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അതിലും ഒരു ന്യായമുണ്ട് എന്ന് ജനങ്ങൾ നാളുകളിൽ ചിന്തിക്കുന്ന ഒരിട വരും. അത് നീതിയുടെ പൊതുവായ ഒരു വിതരണത്തിന് എല്ലാവരും രാജ്യത്ത് നിയമത്തിന് മുമ്പിൽ സമന്മാരാണ് എന്ന് പറയുന്ന ഒരു പൊതുവ്യാഖ്യാനത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നാം അവിടെ കാണണം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായി വായിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ്
ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നേരത്തെ വ്യാഖ്യാനിച്ചത് തന്നെയാണ് അത്. നിയമത്തിൻ്റെ പരിധിയിലല്ലാതെ ഒരു വ്യക്തിയുടെ ജീവിതം, അവരുടെ സ്വാതന്ത്ര്യം ഒന്നും തന്നെ ഭരണകൂടം എടുക്കാൻ പാടില്ല. നിയമപരമായിരിക്കണം നടപടിക്രമങ്ങൾ എല്ലാം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ആർട്ടിക്കിൾ 22 ബന്ധപ്പെട്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രൊട്ടക്ഷൻ ഗൗരവമായി ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ് പോലീസുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ, ചില വിവാദങ്ങൾക്ക് സാധ്യതയുള്ള വിവാദമായ ചില നിയമപ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ചില കുറ്റകൃത്യങ്ങളൊക്കെ വരുമ്പോൾ പോലീസ് TV ഒക്കെ സ്ഥിരം കാണുന്നതാണ്. പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ഇന്നടത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത്, മറ്റന്നാൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കും. അതായത് അറസ്റ്റ് ചെയ്തത് ഇന്നലെയാണ്, കസ്റ്റഡിയിൽ എടുത്തത് ഇന്നലെയാണ്, ഇന്ന് 24 മണിക്കൂർ കഴിഞ്ഞു, മറ്റന്നാൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് TV പലപ്പോഴും പറയുക. നമ്മളത് കേട്ട് ഒരു കൗതുകത്തോടു കൂടി അത് മിണ്ടാതിരിക്കാറുണ്ട്. എന്നാൽ നിയമം പറയുന്നത് അങ്ങനെയല്ല. ഒരു വ്യക്തിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ, കസ്റ്റഡിയിൽ എടുത്താൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. അത് ആ വ്യക്തിയുടെ മൗലികമായ ഒരു അവകാശമാണ്. 2, അഭിഭാഷകനെ കാണാനുള്ള അവസരം ആവശ്യമെങ്കിൽ അത് അദ്ദേഹത്തിന് നൽകണം, ആ കുറ്റവാളിക്ക് നൽകണം. വീട്ടുകാരെ അറിയിക്കണമെങ്കിൽ അത് കൃത്യമായി അറിയിക്കണം. അവർക്ക് ആവശ്യമായ വൈദ്യസഹായം, അവർക്ക് ആവശ്യമായ നിയമസഹായം എല്ലാം നൽകണം എന്ന് കൃത്യമായി ആർട്ടിക്കിൾ 22 പറയുന്നുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് അത്ര ദഹിക്കാനുള്ള ഒരു പാടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു പെൺകുട്ടീനെ ക്രൂരമായി ഉപദ്രവിച്ച് കൊന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഭക്ഷണം കൊടുത്ത്, അഭിഭാഷകനെ വിളിച്ച് വർത്തമാനം പറയാൻ അവസരം കൊടുത്ത്, വീട്ടുകാരെ അറിയിച്ച് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരാം. അത് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്താണ് നിയമം, എങ്ങനെയാണ് നിയമം രൂപപ്പെട്ടത് എന്ന് ഇന്നലകളിൽ എങ്ങനെയാണ് എന്ന് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ എന്താണ് കുറ്റത്തിൻ്റെയും എന്താണ് ശിക്ഷയുടെയും ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ ഇത് നമുക്കൊരു പരാതിയുള്ള സംഗതിയായി മാറത്തില്ല. നിയമം ഇന്ത്യയിൽ വ്യാഖ്യാനിക്കുന്നത് പല രീതിയിലാണ്. ഇല്ലെങ്കിൽ നമ്മുടെ പണിഷ്മെൻറ്റ്, ശിക്ഷാ രീതികൾ പല രീതിയിലാണ്. ഇപ്പോൾ ശരീഅത്ത് നിയമം നിലവിലുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ ശിക്ഷാ നിയമങ്ങൾ നിലനിൽക്കുന്നത് ഒരു ഡിറ്ററൻറ്റ് എന്ന നിലയിലാണ്, ഒരു ഭയപ്പെടുത്തൽ എന്ന നിലയിലാണ് ശിക്ഷാ നിയമങ്ങൾ നിലനിൽക്കുന്നതും ആ നിയമങ്ങൾ അവർ നടപ്പാക്കുന്നതും. എന്നാൽ ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത്, പരിഷ്കൃത സമൂഹത്തിൽ ശിക്ഷാ നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ റിഫോർമേഷന് വേണ്ടിയിട്ടാണ്. കുറ്റവാളി ജനനാൽ കുറ്റവാളിയായി ജനിക്കുന്നില്ല എന്നും, മറിച്ച് അത് അവൻ്റെ മാനസിക നിലവാരത്തിൻ്റെ അവസ്ഥയിൽ ഇല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ് എന്നും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ കുറച്ചു കാലം സമൂഹത്തിൻ്റെ പൊതുധാരയിൽ പ്രത്യേകമായി താമസിപ്പിക്കണമെന്നും അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും നൽകിയാൽ നല്ല മനുഷ്യരായി അവർ മാറും എന്ന് കരുതിയിട്ട് ഒരു റിഫോർമേറ്ററി തിയറിയാണ്, സിദ്ധാന്തമാണ് ഇന്ത്യയിലെ ശിക്ഷാ രീതികളിൽ പ്രധാനമായുള്ളത്. അല്ലാണ്ട് ഭയപ്പെടുത്തി കൃത്യങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറയുന്ന രീതിയല്ല. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും കുറ്റവാളിയായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന, കസ്റ്റഡി എടുക്കപ്പെടുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ നിരപരാധിയായി കാണണം എന്ന് പറയുന്ന ഒരു ഉയർന്ന മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു നിയമമാണ് ഇന്ത്യയിലുള്ളത്. അതാണ് ആർട്ടിക്കിൾ 22 വ്യക്തമായി പറഞ്ഞു പോകുന്നത്. സമയക്കുറവുണ്ട്, നമുക്ക് പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. അടുത്തത് ആർട്ടിക്കിൾ 23 ബന്ധപ്പെട്ട് ഈ പ്രൊഹിബിഷൻ ട്രാഫിക്കിംഗ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, വേശ്യാവൃത്തിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ കടത്തൽ ഇല്ലെങ്കിൽ നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കൽ ഒക്കെ തന്നെ ഇന്ത്യയിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 23 അത് തന്നെയാണ് പറയുന്നത്. അത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. ഇനി വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ, ആചാരത്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരത്തിലുള്ള സ്ത്രീകളെ വിക്കൽ, വാങ്ങലുകൾ, അവരുടെ മാനം അപഹരിക്കപ്പെടാൻ സാധ്യതയുള്ള നിലയിലേക്ക് സ്ത്രീകളെ കടത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെയൊക്കെ ഭാഗമായി ഇന്നലകളിൽ ഒട്ടനവധി സ്ത്രീകൾ, ചില സ്ത്രീ സമൂഹങ്ങൾ തന്നെ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. എന്തായാലും അത്തരത്തിലുള്ള ദേവാദാസ സമ്പ്രദായങ്ങൾ ഉൾപ്പെടെയുള്ള സംഗതികൾ ഒന്നും തന്നെ ഇനി ഇന്ത്യയിൽ പാടില്ല എന്ന നിലയിൽ ആണ് ആർട്ടിക്കിൾ 23 വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 24 ബന്ധപ്പെട്ട്
കുട്ടികൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിർബന്ധിതമായി ഈ വലിയ ഗൗരവമുള്ള അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, ഫാക്ടറികളിൽ, മൈനുകളിൽ തൊഴിലെടുപ്പിക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 25 ബന്ധപ്പെട്ട് 2 മിനിറ്റ് അതിനാവശ്യമാണ് എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ബാക്കി അനുച്ഛേദങ്ങൾ പറഞ്ഞു പോയത്. ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, മനസാക്ഷി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യം സമയം അതിക്രമിച്ചു എന്നാണ് വ്യക്തിപരമായ എൻ്റെ വിശ്വാസം. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. മതേതരത്വം എന്ന സങ്കല്പം GJ ഹോളിയാക്ക് യൂറോപ്പിൽ ഇന്നലെ അവതരിപ്പിച്ചത് അതുപോലെ അല്ല എങ്കിൽ പോലും ഭരണകൂടം മതത്തിൽ ഇടപെടാൻ പാടില്ല, ഇല്ലെങ്കിൽ മതം ഭരണകൂടത്തിൽ ഇടപെടാൻ പാടില്ല, മത ഇതരത്വം എന്ന് തന്നെയാണ് ഇന്ത്യൻ മതേതരത്തെ വ്യാഖ്യാനിക്കുന്നത്. അതാണ് ശരി. മറിച്ച് എല്ലാ മതങ്ങൾക്കും യഥേഷ്ടം ഭരണകൂടത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു അവസരമായി അതിനെ കാലാകാലങ്ങളിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ദുർവ്യാഖ്യാനം ചെയ്ത് കേൾക്കാറുണ്ട്. പക്ഷേ അത് 100% ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ദൈവം എന്ന് പറയുന്ന വാക്ക് വേണം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ നാം ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന നിലയിൽ വേണമെന്ന ഒരു ചർച്ച വന്നപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ച രാജ്യമാണ് ഇന്ത്യൻ ജനാധിപത്യ മതേതര സെക്യുലർ റിപ്പബ്ലിക്കായ ഇന്ത്യ. അതിന് വിഭാവനം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന. അതിൽ ആർട്ടിക്കിൾ 25 പറഞ്ഞിട്ടുള്ളത് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്, വിശ്വാസ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ എന്താണ്? ന്യായമായ, ഗൗരവമായ വിവാദം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന പരിധിയില്ലാത്ത ഒരു സ്വാതന്ത്ര്യമാണോ ഇന്ത്യയിൽ ആർട്ടിക്കിൾ 25 പറഞ്ഞിട്ടുള്ളത്? അല്ല എന്നുള്ളതാണ് സംഗതി. പൊതു സദാചാരം, പൊതു സമാധാനം, പൊതുജനാരോഗ്യം ഇവയ്ക്ക് ദോഷം വരാത്ത വിധത്തിൽ ഇവയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന മതസ്വാതന്ത്ര്യം ഇന്ത്യയിൽ ആകാം എന്നാണ് കൃത്യമായി ആർട്ടിക്കിൾ 25(1) വ്യാഖ്യാനിച്ചിട്ടുള്ളത്. സബ്ജക്റ്റഡ് ടു പബ്ലിക് ഓർഡർ മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സബ്ജക്റ്റഡ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് നമുക്ക് മതസ്വാതന്ത്ര്യം ആകാം. അപ്പോൾ പൊതു സമൂഹത്തിന് ദോഷം വരുന്ന നിലയിലുള്ള മതസ്വാതന്ത്ര്യം പാടില്ല. പൊതുജനാരോഗ്യത്തിന് വിരുദ്ധമായ ഒരു മതസ്വാതന്ത്ര്യവും ഇന്ത്യയിൽ പാടില്ല. പൊതുസമാധാനത്തിന് വിരുദ്ധമായ ഒരു മതസ്വാതന്ത്ര്യവും ഇന്ത്യയിൽ പാടില്ല. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട മതസ്വാതന്ത്ര്യം പാടില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കൊറോണ കാലമാണ്, ഞങ്ങളുടെ മതസ്വാതന്ത്ര്യം അനുസരിച്ച്, ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ഞങ്ങൾ മാസ്ക് ഇടുന്നില്ല എന്ന് പറഞ്ഞ് വാശിയായി റോഡിൽ ഇറങ്ങിയാൽ സ്വാഭാവികമായും ആർട്ടിക്കിൾ 25(1) പ്രകാരം ശിക്ഷിക്കപ്പെടാം. എന്തുകൊണ്ട്? പൊതുജന ആരോഗ്യത്തിന് വിരുദ്ധമായ ഒരു മതസ്വാതന്ത്ര്യവും പറ്റില്ല. 2, ദേവദാസ സമ്പ്രദായം ഇല്ലെങ്കിൽ സതീ സമ്പ്രദായം ഞങ്ങളുടെ വിശ്വാസ ആചാരത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി ഈ വക സംഗതികൾ നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ അതും നിയമം മൂലം ആർട്ടിക്കിൾ 25(1) മൂലം നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? പൊതു സമാധാനത്തിനും പൊതു സദാചാരത്തിനും വിരുദ്ധമാണ്. അതുകൊണ്ട് അത് പാടില്ല. അപ്പോൾ പൊതു സമാധാനത്തിനും സദാചാരത്തിനും പൊതുജനാരോഗ്യത്തിനും ദോഷം വരാത്ത വിധത്തിലുള്ള മതസ്വാതന്ത്ര്യങ്ങൾ മാത്രമേ ഇന്ത്യയിൽ പാടുള്ളൂ എന്ന് ആർട്ടിക്കിൾ 25 വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പിന്നീട് ആർട്ടിക്കിൾ 26 ബന്ധപ്പെട്ട് മതസ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം കൃത്യമായി ഉണ്ട്. ന്യൂനപക്ഷ മതങ്ങളുമായി ബന്ധപ്പെടുന്ന ഇല്ലെങ്കിൽ ഭാഷാ ന്യൂനപക്ഷവുമായി ബന്ധപ്പെടുന്ന അധികാരങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം തന്നെ 26(d) പറഞ്ഞിട്ടുള്ളത് ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. നാട്ടിലെ നിയമത്തിൻ്റെ പരിധിക്ക് ഉള്ളിൽ നിന്നുള്ള മാനേജ്മെൻറ്റ് മാത്രമേ അവിടെയും പറ്റുള്ളൂ. മറിച്ച് അടുത്ത കാലത്ത് ചില കാനോൻ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ജഡ്ജി ചോദിച്ച ഒരു ചോദ്യം, ഞാൻ കേസിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല സമയക്കുള്ളത് കൊണ്ട്, ഒരു ഭാഗം അഭിഭാഷകനോട് അഡ്വക്കേറ്റ് ശ്രീകുമാർ, എറണാകുളത്തെ സീനിയർ അഭിഭാഷകനായ ശ്രീകുമാർ സാറാണ് ഒരു ഭാഗം അപ്പിയർ ചെയ്തത്. ശ്രീകുമാർ സാറിനോട് ജഡ്ജി ചോദിച്ചൊരു ചോദ്യം എന്താണ്? അദ്ദേഹം രാജാവാണ് എന്നാണ്. ഈസ് ഹി എ കിങ്?
ആസ് പെർ കാനോൻ ലോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ യെസ് ഹി ഈസ് എന്ന് ശ്രീനിവാസ് സാർ പറഞ്ഞതായി നമ്മൾ പത്രത്തിൽ വാർത്ത വായിച്ചിരുന്നു. അത്തരത്തിലുള്ള രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം ഒന്നും തന്നെ ഇന്ത്യയിൽ പാടില്ല എന്ന് ആർട്ടിക്കിൾ 26 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 27 ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട നിർബന്ധമായ ടാക്സുകൾ ഒടുക്കുക എന്നടക്കമുള്ള സംഗതികളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 28 ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന വർത്തമാനം പറച്ചിൽ അല്പം അധികപ്പറ്റായി പോയി എന്ന് തോന്നുന്നു, സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആർട്ടിക്കിൾ 28 ബന്ധപ്പെട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 28 വളരെ വ്യക്തമായി മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും വിശ്വാസ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, പൊതു ഖജനാവിൽ നിന്ന്, സർക്കാർ ഖജനാവിൽ നിന്ന് പൂർണ്ണമായി പണം ഉപയോഗിച്ച് നടത്തുന്ന സ്കൂളുകളിൽ, പൂർണ്ണമായി സർക്കാർ സഹായത്തോടു കൂടി പൊതു ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ച് നടത്തുന്ന സ്കൂളുകളിൽ നിർബന്ധിതമായ മതപഠനം പാടില്ല എന്ന് മാത്രമല്ല ഒരു മതപഠനവും പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത് അതാണോ എന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കുന്നത് നന്നാകും. ഇതിനൊക്കെ നാട്ടിൽ ഭരണഘടനയിൽ നിയമമുണ്ട്. 2, ഒരു കുട്ടിയെയും നിർബന്ധമായി പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കാനോ മതപഠനത്തിന് പ്രേരിപ്പിക്കാനോ പാടില്ല. അത് വ്യക്തമായി പറയുന്നു. മത മേലധ്യക്ഷന്മാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഒരു കുട്ടിയെയും നിർബന്ധമായി പ്രാർത്ഥനാ ആചാരങ്ങളിൽ പങ്കെടുക്കണം നിർബന്ധിക്കാനോ പ്രത്യേകമായ മതം പഠിപ്പിക്കാനോ പ്രത്യേകമായ മതപഠനത്തിന് നിർബന്ധിക്കാനോ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ ഇതിനൊക്കെ കൃത്യമായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട്, അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ വിശ്വാസ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിനൊക്കെ നമുക്ക് അവസരം നൽകിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളെങ്കിലും ഒന്ന് വായിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് സത്യത്തിൽ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. ഇനിയും വ്യാഖ്യാനിക്കത്തക്ക വിധത്തിലുള്ള ചില മൈനോറിറ്റി റൈറ്റുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ട്. സമയം വല്ലാണ്ട് അതിക്രമിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി കേരള ഫോക്കസ് ലൈബ്രറിക്ക് എല്ലാവിധ നന്മകളും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.